മറിയം റഷീദ മുതൽ കേക്കച്ചി വരെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 35 വർഷത്തെ കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. ഇവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നത് അല്ലെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുവാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്. ഇത് എല്ലാ സ്ത്രീകളെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ചർച്ചയല്ല. ചില സ്ത്രീകളെ ഇറക്കിയാണ് ഇവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാനും ഭരണമാറ്റം നടത്തുവാനും ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മറിയം റഷീദ മുതൽ സ്വപ്ന സുരേഷ് വരെയുള്ള ഇവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചില സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ അതൊരു ഭരണകൂടത്തെ അട്ടിമറിക്കുവാനായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ സ്വന്തം കൂടെ നിൽക്കുന്നവരെ വെട്ടിനിരത്തുവാൻ ഒതുക്കുവാൻ ചില സ്ത്രീകളെ ഇറക്കുന്നു. മുൻകാലങ്ങളിൽ ഇറക്കിയിരുന്ന സ്ത്രീകൾക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ രൂപവും ഭാവവും പ്രായവും എല്ലാം മാറി എന്ന് എന്ത് തോന്നുന്നു? 1992 തോന്നുന്നു ഈ ചാരക്കേസ് ഉണ്ടാവുന്നത്, മറിയം റഷീദ വിഷയം ഉണ്ടാവുന്നത്. കെ കരുണാകരൻ്റെ ആ മുഖ്യമന്ത്രി സ്ഥാനം പോലും നഷ്ടപ്പെടുത്തിയത് ഒരു ഇല്ലാത്ത ആരോപണത്തിൻ്റെ പേരിലാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അത് തെളിഞ്ഞത്. കെ കരുണാകരൻ എന്ന് പറയുന്ന ശക്തനായ നേതാവിനെ അന്ന് ഇത്തരം ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തി അന്നത്തെ അറിയാലോ ആരൊക്കെ ചെയ്തതെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ അത് പേരെടുത്ത് പറഞ്ഞ് വീണ്ടും ഒരു ഇതിൽ ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ അവർ കെ കരുണാകരനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുവാനും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്താനും ഈ പറയുന്ന ചാരക്കേസ് നമ്പി നാരായണൻ പ്രതിഷേധ ടീമിലുള്ള സ്ഥാനം കൊണ്ടുവന്ന് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടിയുള്ള പണി കാണിച്ചാണ്. അവിടെ തൊട്ട് ഇങ്ങോട്ട് പിന്നെ അതിനുശേഷം ചെയ്തത് ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഭരണം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു മൂന്നാംകിട പെണ്ണുങ്ങളെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ആ ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കാലങ്ങളായിട്ട് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. കാലങ്ങളായിട്ടും ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവരും, ആ പെണ്ണിൻ്റെ പേരും പറഞ്ഞ് മാസങ്ങളോളം സമരം ചെയ്യും. അത് നിപ്പ് സമരമാവും, ഇരിക്ക് സമരമാവാം, കിടപ്പ് സമരമാവാം, അങ്ങനെയൊക്കെ ചെയ്ത് ആ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ ഉപയോഗിക്കും. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 1990 മുതൽ ഇങ്ങോട്ട് 80 മുതൽ വേണമെങ്കിൽ പറയാം, 80 മുതൽ ഇങ്ങോട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഏതെങ്കിലും പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തുക, ഭരണത്തെ അട്ടിമറിക്കുക. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ഒന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, എല്ലാ പെണ്ണുങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം? അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ കേസെടുക്കും, ജയിലേ പോവും. അവർ കേസെടുക്കും, ജയിലേ പോവും. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു സ്ത്രീയെ നമ്മൾ 10 സെക്കൻഡ് നോക്കിയാൽ പോലും ജാമ്യമില്ലാതെ അകത്തിടാൻ ഉള്ള വകുപ്പുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ നിയമം അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പഴയ കാലത്തെ സ്ത്രീകൾക്ക് ഈ നിയമത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ അത്രയും വിപുലമായ സ്ഥിതിക്ക് സകല പെണ്ണുങ്ങൾക്കും അതിനൊരു കൃത്യമായ അറിവുണ്ട് ഇവർക്കുള്ള നിയമത്തെക്കുറിച്ച്. ആ നിയമം ശരിക്കും മിസ്യൂസ് ചെയ്യാണ്. കാരണം ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലാസ്റ്റ് അതാണ് ഈ സ്ത്രീകളിലൊക്കെ ഒരു ധാരണ, ഞങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾക്ക് ആരെ വേണേലും പറയാം. നല്ല നല്ല സ്ത്രീകൾ വളരെ കൃത്യമായി പ്രതികരിക്കുന്ന സ്ത്രീകളുണ്ട് ഈ വിഷയത്തിൽ. ഈ സ്ത്രീകൾക്കെതിരെ തന്നെ ഞാൻ പറയാം, സിനിമാ നടി പ്രിയങ്ക എത്ര ഗംഭീരമായിട്ടാണ് പ്രതികരിച്ചത്, സീമാജി നായർ എത്ര കൃത്യമായിട്ടാണ് പ്രതികരിച്ചത്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഈ സ്ത്രീകൾ ചെയ്യുന്ന ഈ തെറ്റായ സിസ്റ്റത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം സ്ത്രീകൾ, ഞാൻ പറയാം, ഒരു സ്ത്രീയുടെ മുന്നിലോ പിന്നിലോ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീ എന്നെ പീഡിപ്പിക്കുന്ന പരാതി കൊടുത്താൽ ഒരു ചോദ്യവും ഇല്ല, കേസും ഇല്ല, FIR ജയിലിടുകയാണ്. അപ്പം ഇങ്ങനൊരു നിയമം സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഉള്ളതാണ് ഏറ്റവും വലിയ ശാപം. ഈ നിയമം ഒരു കാരണവശാലും ഈ നിയമം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം എന്ന ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് പോവും. ഒരു കാരണവശാലും ഇത്തരം നിയമങ്ങളെ നമ്മൾ ആ നിയമങ്ങൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ ഈ നിയമവ്യവസ്ഥ സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. അവരുടെ പേര് പുറത്തു വരില്ല, അവരുടെ ഫേസ് പുറത്തു വരില്ല, അവരുടെ നാട് പുറത്തു വരില്ല, ഇതൊന്നും വരില്ല. എന്നാൽ ഈ ആണുങ്ങളുടെ ഇതെല്ലാം പുറത്തേക്ക് വരും. മൗലികാവകാശം ആണുങ്ങൾക്കില്ലേ? ഈ ഒരു തെറ്റും ചെയ്യുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ഒരു 5-6 വർഷം ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ ഈ ചാനലിൽ ഞാൻ കണ്ടായിരുന്നു, അദ്ദേഹം ലാസ്റ്റ് നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തില്ല, ആ പെണ്ണ് വരെ വാക്ക് മാറി. എന്നിട്ടും അങ്ങനെ ഉണ്ടായിട്ടും ആ പെണ്ണിനെ ശിക്ഷിക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു തെറ്റായ ആരോപണം ഉന്നയിച്ചു, ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്തു, ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി സത്യസന്ധമല്ല, അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ പരാതി കൊടുത്ത പെണ്ണിനെ ജയിലിടണ്ടേ, സ്ത്രീ ജയിലിടണ്ടേ? ഇത് ചെയ്യില്ല, ഇവരുടെ പേര് പുറത്തു വരില്ല.
ഇവരെ ഫോട്ടോ പുറത്തു വരില്ല, ഇവരെ മുഖം പുറത്തു വരില്ല, ഇവരെ കുറിച്ച് ആരും ഒന്നും പറയില്ല. എരയല്ലേ, എരവാദം ഒഴുക്കി, ഇവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആരെക്കുറിച്ചും എന്തും പറയാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ താങ്കളെ കുറിച്ച്, ഇപ്പോൾ ഈ ഇരിക്കുന്ന എന്നെ കുറിച്ച് പറയാം, നിങ്ങളെ കുറിച്ച്. നമ്മൾ ഈ ഇവിടുന്ന് ഇറങ്ങി വഴി നടക്കുമ്പോഴല്ലോ വളരെ സൂക്ഷിക്കണം, നമ്മൾ ചിലപ്പോൾ നാളെ ജയിലാവും. കാരണം അങ്ങനെ ഒരു നിയമം സ്ത്രീകൾക്കുണ്ട് ഇവിടെ. അതാണ് ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം രാജേന്ദ്രൻജി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് അല്ലെങ്കിൽ ഇതുപോലൊരു ആരോപണം നടത്തി, ഒരു വ്യക്തിഹത്യ നടത്തി, ഒരു ആരോപണം നടത്തി പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങളോളം അത് വലിയ വിവാദമായി പോകും. അവസാനം അത് ഉള്ളി പൊളിക്കുന്നത് പോലെ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് ഒന്നുമില്ല, അതൊരു കെട്ടിച്ചമച്ച കേസാണ് അല്ലെങ്കിൽ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ അന്ന് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഈ ആരോപണം നടത്തിയ സ്ത്രീകളും ഇവരുമൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും. ഇതിനോടകം തന്നെ ഓർക്കുക, ആ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ജീവിതം നശിച്ചിട്ടുണ്ടാവും. അതിന് അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർ ഇതിനോടകം തന്നെ ഒരു ഭരണമാറ്റം സംഭവിച്ചിട്ടുണ്ടാകും. എന്തൊക്കെ ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുമോ ആ നേട്ടമെല്ലാം ഉണ്ടാക്കുമോ. അവസാനം ഇത് ഉള്ളി പൊളിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ കള്ളക്കഥയുമായി വന്നവർക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ എടുക്കുക. ആ ഒരു യുവാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പീക്ക് സമയത്തിൽ നിൽക്കുമ്പോൾ ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവിയിൽ നിൽക്കുക, അതുപോലെ തന്നെ ആ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സമയം, ഇനിയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വിജയിച്ചൊരു മന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ആ ഒരു വ്യക്തിക്ക് നേരെ ഒരു യുവതി വന്ന് ആരോപണം ഉന്നയിക്കുക. ആരോപണം ഉന്നയിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പരാതി, എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ, എനിക്കിങ്ങനെ ചെറിയ മെസ്സേജ് അയച്ചു നോക്കിയുള്ളൂ, നിന്റെ പരാതിയിൽ നിന്റെ തെളിവുണ്ടോടി? എൻ്റെ തെളിവൊന്നുമില്ല. ആർക്കാ പ്രശ്നം ഉണ്ടായത്? അതെനിക്കറിയത്തില്ല. എന്നാൽ നിനക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? എനിക്ക് പരാതി കൊടുക്കാൻ പറ്റത്തില്ല. ഇമാതിരി ഈ അലവലാതി വന്ന് കഴിഞ്ഞ 60 ദിവസം ഇതുപോലെ ഒരാളെ വ്യക്തിഹത്യ നടത്തി അവനെ ആത്മഹത്യ ചെയ്യാഞ്ഞത് ആരുടെ ഭാഗ്യം? ഇപ്രകാരം എല്ലാം ചെയ്തിട്ട് അവസാനം ഉണ്ടല്ലോ ഇവള് വന്ന് പരാതി പറയുന്നു, എന്നെ സൈബർ ആക്രമണം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവരോട് ചോദിക്കുക, നീ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്രകാരം പറയുമ്പോൾ എന്ത് തെളിവാണുള്ളത്? എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അപ്രകാരം തെളിവോ രേഖകളോ പരാതിക്കാരോ ഇല്ലെങ്കിൽ ഇവളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതിന് പകരം ഇവളൊരു സെലിബ്രിറ്റിയായി മാറുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അഡ്രസ്സും ഇല്ലാത്തവൾ ഒരു സുപ്രഭാതം കൊണ്ട് പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പം തുണിയില്ലാത്ത പല വേഷങ്ങളും കെട്ടിയിട്ട് ഇവളെ എന്തോ ഒരു സംഭവമായതുപോലെ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നു, പൊക്കിക്കൊണ്ട് പോകുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നതിനെ കുറിച്ച് ചർച്ച നടന്നു, അടുത്ത പടത്തിൻ്റെ ഡിസ്കഷൻ നടക്കുന്നു. ആ സമയം ഓർക്കണം, ഈ ആരോപണം ഉന്നയിച്ച ഈ വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിച്ച് ഒരുത്തൻ ആത്മഹത്യ ചെയ്യണോ കെട്ടിത്തൂങ്ങണോ എന്നോർത്ത് അവൻ വീട്ടിൽ നശിച്ചിരിക്കുകയാണ്. ഈ രാഹുലിന് ശേഷം ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, അയാളുടെ രാഷ്ട്രീയ കരിയർ സംഭവിച്ചു, ഒരു പാർട്ടിക്ക് മൊത്തം ഇത്രയും ഡാമേജ് ഉണ്ടാക്കി, ഈ പൊതുസമൂഹത്തിൽ മുഴുവൻ ഇത്രയും സംഘർഷങ്ങളും ഇതിൻ്റെ പേരിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടാക്കി, ടാഞ്ചിബിളി ഇൻടാഞ്ചിബിളി എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി. എന്നിട്ട് അവസാനം ഇവള് വന്നു നിന്ന് പറയുകയാണ്, എനിക്ക് പരാതിയൊന്നുമില്ല, ആരൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഇവള് പോവുകയാണ്, സെലിബ്രിറ്റി ആയിട്ട് നടക്കുക, എന്നിട്ട് വേദികൾ തോറും പ്രസംഗിച്ച് നടക്കുക. അന്നേരം അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാൻ തന്നെ. അതിൻ്റെ കാരണം ഞാൻ മുന്നേ പറഞ്ഞാൽ മതി. അതിൻ്റെ കാരണം ഈ പറയുന്ന സ്ത്രീകൾ എന്ത് നുണ പറഞ്ഞാലും, ഒരു കേസ് കൊടുത്താലോ പരാതി കൊടുത്താലോ, എന്ത് കള്ളത്തരം പറഞ്ഞാലോ, എന്ത് ഇല്ലാത്ത ആരോപണം പറഞ്ഞാലോ ഇവർക്കൊന്നും സംഭവിക്കാൻ പോകില്ല, ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ മൗലിക അവകാശം എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും തുല്യമല്ലേ? ഇപ്പൊ തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ് സ്ത്രീകളും ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരും ഇവിടുത്തെ എല്ലാ ആളുകളും തുല്യതയ്ക്ക് വേണ്ടി സംസാരിക്കും. അപ്പം പുരുഷന് തുല്യത വേണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവില്ല. ഒരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാൽ, അല്ല ഇല്ലാത്തൊരു കേസ് കൊടുത്താൽ, അത് തെറ്റാണെന്ന് കണ്ടാലെങ്കിലും ആ സ്ത്രീയെ ശിക്ഷിക്കണ്ടേ? അവരെ ശിക്ഷിക്കണ്ടേ? ആ തെറ്റായ ഒരു മനുഷ്യന്റെ കുടുംബം നശിപ്പിക്കാനും ഒരു ഭാവി നശിപ്പിക്കാനും അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ നടത്തിയതിനും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തെളിഞ്ഞത് കൊണ്ട് കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീനെ ഒരു 15 വർഷം ജയിലിടണ്ടേ? അങ്ങനെ ഒരാളെ ശിക്ഷിച്ചോട്ടെ. തെറ്റായ ആരോപണങ്ങൾ കൊടുത്ത് ആ ആരോപണം തെറ്റായിരുന്നു, ഏത് തരത്തിലുള്ള പീഡനം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരോപണം ആയിക്കോട്ടെ, ഒരു സ്ത്രീ മറ്റൊരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് കഴിമ്പില്ല, അത് തെളിവില്ല, അത് നുണയായിരുന്നു എന്ന് കണ്ടാൽ ഒരു ചോദ്യവും പറച്ചിലും ഇല്ലാതെ കോടതി തന്നെ ഇടപെട്ട് അവരെ ശിക്ഷിക്കണം. അങ്ങനെ ഒരു 2 പേരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ കാണിക്കുന്ന ഈ അഹങ്കാരത്തിന് കുറച്ച് കുറവ് വരും. അതുപോലെ നമ്മളിപ്പോൾ കുടുംബ കോടതികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ ഇരുന്ന് അവരുടെ കണ്ണിലൂടെ രക്തം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഭാര്യമാർ അവരുടെ ഭാഗം
ന്യായീകരിക്കുന്നതിന് വേണ്ടി, രക്ഷപ്പെടുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ വിവാഹമോചനം കിട്ടുന്നതിന് വേണ്ടി, അവരുടെ കേസ് ബലക്കുന്നതിന് വേണ്ടി വക്കീലന്മാരുടെ ഉപദേശമനുസരിച്ച് പ്രത്യേകിച്ച് പറയുന്നത് പെൺകുട്ടിയെ അപ്പൻ പീഡിപ്പിച്ചു. ഏത് 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ അത് പൊന്നോമനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന അപ്പനോട് അല്ല, അപ്പനെക്കുറിച്ച് അമ്മ പറയുവാണ്, കോടതിയിൽ കയറുന്നു പറയുവാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ 1 വയസ്സായ കുഞ്ഞിനെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു, അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്ന് പരസ്യമായി പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നോക്കൂ. എത്രയോ പേർ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ വേണ്ടി ഒരു വ്യക്തിമ, ഒരു നരാധമനായ, ഒരു ആഭാസനായ ഒരു സംവിധായകൻ ഇതുപോലൊരു ഒരു ചിത്രം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി തന്നെ വന്ന് പറഞ്ഞു, എന്നെ ഇതുപോലെ എനിക്ക് ഒരു അവസരം നൽകാമെന്ന് പറഞ്ഞ് എന്നെ ഇത്തരത്തിൽ എന്നെ അയാളുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ദുരുപയോഗം ചെയ്തു. ഞാൻ മാത്രമല്ല, ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത പല കുട്ടികളെയും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഒരു പടത്തിൻ്റെ പരാമർശം സഹിതം ഇവർ പറഞ്ഞു എന്ന് പറയുകയും അത് വാർത്തയാകുകയും വലിയ വിവാദമാകുകയും ചെയ്തു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്നറിയാമോ? ആ പടത്തിൽ അഭിനയിച്ച 10-26 കുട്ടികളിലുള്ള ഒരു കുട്ടിയുടെ മാതാപിതാക്കളെ കൊണ്ട് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. അവരുടെ കുട്ടിയുടെ ഭാവി നശിപ്പിച്ചു ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇന്ന് വരെ ഈ കേസ് ആരംഭിച്ചിട്ട് 6 വർഷമാവുന്നു. ഞങ്ങൾക്ക് ആ കുട്ടിയെക്കുറിച്ച് ഞങ്ങളത് ട്രയലിന് വന്നപ്പോഴാണ് ആ കുട്ടിയെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. കാരണം 6 വർഷമായിട്ടും ആ പരാതിക്കാരി ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതായത് ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിക്കുന്ന, പെനിട്രേറ്റ് ചെയ്യുന്ന അടക്കമുള്ള വകുപ്പുകളിട്ട്, ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ്, പോക്സോ കേസുകളിട്ട് ഞങ്ങളുടെ 2 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ കേസ് നടക്കുകയാണ്. ആ കേസിൻ്റെ ഓരോ അവധിയിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഓർക്കണം, ആ കുട്ടിയുടെ അതല്ലെങ്കിൽ ആ പരാതിക്കാരിയുടെ പേരോ ഐഡൻറ്റിറ്റിയോ അവരുടെ നാടോ സ്ഥലമോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തുമില്ല, പരാമർശിച്ചിട്ടുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ഞങ്ങളെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേസിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീ പുരുഷ ഭേദമന്യേ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, ഈ നിയമമുണ്ടല്ലോ, ഈ നിയമം തെറ്റാണ്. ഈ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയ്ക്കും കയറി പുരുഷന്മാരെ ആകമാനം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സത്യത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ആരാ? തീർച്ചയായിട്ടും കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. ഒരു 1-2 കേസ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതല്ലാതെ 100% പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷന്മാരാണ്. ഏറ്റവും കൂടുതൽ ഈ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുക. നമുക്ക് വേണ്ടുന്നത്, ഞാൻ പറഞ്ഞത്, അന്നേരം നമുക്ക് വേണ്ടുന്നത് ഇതിനകത്ത് ഒരു വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള ഈ കാലികമായ ഒരു മാറ്റം ഈ നിയമങ്ങളിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അന്നേരം നിയമം ആവശ്യമാണ്, സ്ത്രീ സുരക്ഷാ നിയമം ആവശ്യമാണ്. അതുപോലെ തന്നെ പുരുഷനും അവകാശമുണ്ട്, അവനും അവകാശങ്ങളുണ്ട്. അതെ എന്ന് മനസ്സിലാക്കണം. ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ട്. അതെ, ഒരു പുരുഷന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വേണം. ഒരു ഇക്വാലിറ്റിയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അല്ല സുനിൽ സാറേ, ഇപ്പൊ സ്ത്രീകൾ തന്നെ പറയുന്നത് എന്താ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കില്ലല്ലോ, അല്ലെ അവർ നിയമങ്ങൾക്കെതിരായിട്ട് സംസാരിക്കില്ലല്ലോ. ഇവിടെ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരോ സെലിബ്രിറ്റികളോ ഒരാൾ പോലും ഇന്ന് സ്ത്രീകൾക്ക് ഈ നിയമം ശരിയല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ തുല്യത അവകാശപ്പെടുന്ന സ്ത്രീകൾ ഈ നിയമത്തിന്റെ കാര്യത്തിൽ തുല്യത തന്നെ അവകാശപ്പെടണ്ടേ എന്ന് ഇവരാരും പറയില്ല. കാരണം ഇവർക്കൊക്കെ ആവശ്യം വോട്ടാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവർക്കെല്ലാം വോട്ട് കുറഞ്ഞു പോകുന്നുള്ള പേടി കൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ മിണ്ടാത്തത്. അന്ന് സ്ത്രീകൾ ഈ കാട്ടിക്കൂട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ 100 ഇരട്ടിയാണ് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നത്. ഇത് പറയുമ്പോൾ ഇതെന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ നിയമവ്യവസ്ഥയോ, ഇപ്പോൾ കോടതി തന്നെ ഒരു വിഷയം ചെന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നു, ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ ശിക്ഷിച്ചു. ആ ശിക്ഷിച്ച കുറ്റത്തിൽ അദ്ദേഹം നിരപരാധി ആയിരുന്നെന്ന് വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞിട്ടും അവർക്കെതിരെ ഒരു നടപടിയില്ല. ഈ സ്ത്രീകൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പം സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, പരാതികൾ കൊടുക്കുമ്പോൾ അതിൽ തെറ്റുണ്ടോ, അത് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ഒരു FIR പോലും ഇടാനും അവരുടെ പേര് നിയമപരമായിട്ട് കേസെടുക്കാനും. ഇനി അഥവാ കേസെടുത്താൽ തന്നെ അത് കോടതിയിൽ ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇനി അതല്ല, ഇവരെ രംഗത്തേക്ക് കൊണ്ടുവരണം. ഈ കേസ് കൊടുക്കുന്ന ആളുകളെ ഇപ്പോൾ തോക്കും സ്ത്രീകളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭാവി, അവരയല്ലേ, അവരെങ്ങനെ മുഖം കാണിക്കാൻ പറ്റും, അവരുടെ പേരോട്, ഇതൊക്കെ അവരുടെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ യഥാർത്ഥത്തോടൊരു ബന്ധമുള്ളതല്ല. ഒരു സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുകൂടാ പുറത്ത് പറഞ്ഞുകൂടാ? ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം കൊണ്ടുവരണം, പുറത്തേക്ക് വരുത്തണം.
അവരുടെ ഭാഗം പുറത്തു കൊണ്ടുവരണം, അവരെ രംഗത്ത് കാണണം, പറയണം, പേര് പറയണം. എങ്ങനെ വരുമ്പോഴേ ഈ തെറ്റായ നയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുള്ളൂ ഇവർ. കാരണം ഈ പുരുഷന്മാർക്കെതിരെ എന്തും പറയാമെന്നുള്ള, എന്തും ചെയ്യാമെന്നുള്ള ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് മാറണമെങ്കിൽ ഇവർ രംഗത്തേക്ക് കൊണ്ടുവരണം. തുല്യത എല്ലാ ഭാഗത്തും വേണം. കാരണം ആണുങ്ങൾക്കുണ്ടെങ്കിൽ അവരുടേതായ അവകാശങ്ങളുണ്ട്, അവരുടേതായ സ്വകാര്യതകളുണ്ട്. മൗലിക അവകാശം അവർക്ക് മാത്രം എല്ലാവർക്കും ഉള്ളതാണ്. ഇത് പുരുഷന്മാരുടെ രംഗത്ത് എങ്ങനെ കയറിയാലും ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി തെറ്റ് പറഞ്ഞാൽ പോലും, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ പോലും അവർക്കെതിരെ ഒരു കേസോ ഇതോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ കാര്യം പുറത്തു വരില്ല, അവരുടെ ഫോട്ടോ പുറത്തു വരില്ല, അവരുടെ പേര് പുറത്തു വരില്ല. ഈ ധൈര്യമുള്ളത് കൊണ്ടാണ് ഇന്ന് സ്ത്രീകൾ, ഞാൻ പറയാം, ഈ കേരളത്തിൽ, കേരളം എന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത്, ലോകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന് കേരളത്തിൽ, എക്സ്പെഷ്യലി കേരളത്തിൽ പുരുഷന്മാരെ പോലെ പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമില്ല. എഴുതി വെച്ചോളൂ. ഞാൻ കൃത്യമായ കണക്കടക്കം വേണ്ടി തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ മറ്റൊരു ചർച്ചയിൽ വേണമെങ്കിൽ കൃത്യമായ കണക്കടക്കാൻ തെളിയിക്കുക. ഓരോ പഞ്ചായത്തും ഓരോ നിയോജക മണ്ഡലവും ഓരോ വാർഡും അടിസ്ഥാനത്തിൽ വേണ്ടി പറഞ്ഞുതരാം. ഒരു കാരണവശാലും സ്ത്രീകളല്ല കേരളത്തിൽ പീഡനം അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. അതെന്തുകൊണ്ടാണ്? ഇവരുടെ പേരും ഫോട്ടോയും പുറത്തു വരില്ല, ആണുങ്ങൾക്കതിൽ എന്തും പറയാമെന്നുള്ള ആ ഒരു നിയമം അറിയാവുന്നത് കൊണ്ട് ആ നിയമത്തെയാണ് മാറ്റി എഴുതേണ്ടത്. ആ നിയമത്തെ മാറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ നീതി എന്ന ആ നിയമം കൊണ്ടുവരണം. അതുപോലെ നമുക്ക് ഇതിനകത്തൊരു മാറ്റം വരണമെങ്കിൽ ഈ നിയമത്തെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്തു, അതൊരു കള്ളക്കേസാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സകല വിവരങ്ങളും പുറത്തുവിടുകയും അതുപോലെ വളരെ മാതൃകാപരമായ, വളരെ സാധാരണഗതിയിൽ നൽകുന്നതിൻ്റെ ഒരു 10 ടൈംസ് വലിയ ശിക്ഷ ഇത്തരം ഈ നിയമത്തെ ദുരുപയോഗം ചെയ്തവർക്കുള്ള ശിക്ഷ കടുപ്പിക്കുക. അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ എടുത്തു ചാടി, അതായത് എത്രയും പെട്ടെന്ന് നടപടിയെടുത്തില്ലെങ്കിൽ തല പോകും, അതല്ലെങ്കിൽ എന്ന തരത്തിലേക്ക് പോകാതെ ഒരു പ്രാഥമികമായ അന്വേഷണം നടത്തി, ഒരു പരാതി ലഭിക്കുമ്പോൾ പ്രാഥമികമായ അന്വേഷണം നടത്തി അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ FIRലേക്കും മറ്റ് നടപടിയിലേക്കും കടക്കുക. ഇത് ഇപ്രകാരം ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ അല്ലെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അന്നേരം അവനെ തട്ടി, ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ തന്നെ ഒരു മുൻവിധി നമുക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും കോടതികളിൽ ചെന്നാലും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പോക്സോ റിലേറ്റഡ് ആയിട്ടൊരു ടൈറ്റിൽ കേട്ട് കഴിഞ്ഞാൽ തന്നെ സുപ്രീം കോടതി വരെ ചെന്ന് കഴിഞ്ഞാലും അത് എന്താണെന്ന് പോലും ഒരു നോക്കത്തില്ല. പോക്സോ അതല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കിനെ വളരെയേറെ മുൻവിധിയോടുകൂടിയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും അതിനെ സമീപിക്കുന്നത്. അപ്പോൾ പലപ്പോഴും തെറ്റുകാരും കുറ്റക്കാരും എല്ലാം ഉണ്ടാവാം, പക്ഷേ നല്ലൊരു ശതമാനം ഇന്നസെൻ്റ് ആയിട്ടുള്ള പുരുഷന്മാർ ഇതിന് വിക്ടിംസ് ആകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ കാലം പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് ഉഭയകക്ഷി സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അപ്രകാരം ഒരുമിച്ച് ജീവിക്കുന്നതിനൊന്നും നമുക്കിവിടെ തടസ്സമില്ല. എന്നാൽ ഇന്നും ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തുവാൻ രാഷ്ട്രീയ നേതാക്കന്മാരെ ആണെങ്കിലും ഏത് മേഖലയിലുള്ളവരെ ആണെങ്കിലും അപകീർത്തിപ്പെടുത്തുവാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉപയോഗിച്ചാണ്. അത്തരം കാലം മാറിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ അറിയുന്നില്ല. ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്തരം വാർത്തകളും ഇത്തരം വിഷയങ്ങളും വന്നു കഴിയുമ്പോൾ ഇതിനെ ഇവർ ആഘോഷമാക്കുമെന്നതുകൊണ്ടാണ് ഇന്നും ഈ ചാനലുകളും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം ഇത്തരം ഒരു വിഷയം വരുമ്പോൾ, ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയം തന്നെ നോക്കുക, അവസാനം എന്തായി? ഈ 60 ദിവസം നിൽക്കുമ്പോൾ ആ വിഷയത്തെ നമ്മളൊന്ന് അപഗ്രഥിക്കുമ്പോൾ ഈ 60 ദിവസം കൊണ്ട് എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ സംഘം ചേർന്ന് നിന്ന് ആരോപിക്കുകയും എല്ലാം ചെയ്തത്? എത്ര പരാതിക്കാർ വന്നു? എന്ത് തെളിവ് വന്നു ഇതുവരെ? അവസാനം എന്തായി? അയാൾക്ക് എന്ത് സംഭവിച്ചു? ആ ആരോപണം ഉന്നയിച്ചവർ അവിടെ പോയി. അരൂപികളാണ്. ആരാണ് പരാതി ഉന്നയിച്ചതെന്ന് പോലും അറിയത്തില്ല. ആ ആരോപണം ഉന്നയിച്ചിട്ട് പോയവൾ ഇന്ന് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്നു. അവർക്കെതിരെ പരാതിയില്ല. പാലക്കാട് ചിലപ്പോൾ ആ ആരോപണം നടത്തിയവരെ ആയിരിക്കും ചിലപ്പോൾ കേക്കച്ചൻ കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോകുന്നത്. ആ അവസ്ഥയിൽ എത്തിക്കുന്നു. പക്ഷേ രാഹുലിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇതാരും ചിന്തിക്കുന്നില്ല. ഇതൊരു രാഹുലിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇനിയെങ്കിലും ആർക്കും ഇത്തരത്തിലുള്ള ഒരു ദുർവിധി ഉണ്ടാവരുത്. ഇത് തെറ്റാണ്, തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിനൊരു പരിഹാരമുണ്ടാക്കാതെ അത് കണ്ടില്ലെന്ന് നടിച്ചു പോകുന്ന ഈ കോൺഗ്രസ് സംവിധാനം, ഈ പാർട്ടി സംവിധാനം, അപ്പോൾ ആരെയും ഒതുക്കുവാനും ആരെയും നശിപ്പിക്കുവാനും ആരെയും തീർക്കുവാനും
ഒരു സ്ത്രീ വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപവാദ കഥകൾ പ്രചരിപ്പിച്ചു വിട്ടാൽ ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാം, ഒരു നേതാവിനെ ഇല്ലാതാക്കാം. നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു വ്യക്തിയെ പോലും തീർത്ത് കളഞ്ഞത് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് പോലും പാഠം ഉൾക്കൊള്ളാതെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഇപ്രകാരം ഒരു ആക്രമണമുണ്ടായി. ഇത് നാളെയും സംഭവിക്കാം, ആർക്കെതിരെയും സംഭവിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഇതൊരു സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ അവർ ആഗ്രഹിക്കുന്ന അവരുടെ ആ ഒരു താല്പര്യമനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കള്ള കേസുകൾ ഫ്രെയിം ചെയ്യപ്പെടുന്നത്, അത് ആഘോഷമാക്കപ്പെടുന്നത് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് കാലോചിതമായ ഒരു മാറ്റം വരണം. ഈ സ്ത്രീകൾ അവരുടെ സംരക്ഷണത്തിനായി നല്ല ഉദ്ദേശത്തോടുകൂടി സദുദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയ ഈ നിയമങ്ങളെ അവർ തന്നെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് പുരുഷന്മാരാണ്. ആ പുരുഷന്മാർക്കും അവകാശമുണ്ടെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.